കല്യാണ വീട്ടിലും പാർട്ടിക്കൊക്കെ പോകുമ്പോൾ ഒരു ഫ്രൈഡ് റൈസ് കിട്ടാറില്ലേ? കാറ്ററിംഗുകാരുണ്ടാക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ് ആ ഫ്രൈഡ് റൈസിന്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന ഫ്രൈഡ് റൈസ് പോലെയല്ല. ഈ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ എന്ത് കഴിക്കാനാണ് നിങ്ങൾക്കിഷ്ടം? സാധാരണ നമ്മൾ കഴിക്കുന്നത് ചില്ലി ചിക്കൻ, ചില്ലി ഗോബി, അതും അല്ലെങ്കിൽ ചിക്കൻ കറി, മട്ടൻ കറി, ബീഫ് കറി ഇതൊക്കെയാണ് അല്ലേ? പക്ഷേ ഈ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ചില്ലി പ്രോൺസ് കഴിച്ച് നോക്കിയിട്ടുണ്ടോ? അതും റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നല്ല രുചിയാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. അങ്ങനെയൊരു ഫ്രൈഡ് റൈസിൻ്റെയും ചില്ലി പ്രോൺസിൻ്റെയും റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗിൽ. അപ്പോൾ എല്ലാവർക്കും J2H Trine വ്ളോഗ്സിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നമുക്ക് ആദ്യം ചില്ലി പ്രോൺസ് തയ്യാറാക്കാം. അതിലേക്ക് വേണ്ടി നമ്മളൊരു 300-350 ഗ്രാം ചെമ്മീൻ, അതായത് നല്ല വലിപ്പമുള്ള കൊഞ്ചെന്ന് പറയാറില്ലേ, അതാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, കുരുമുളക് ഒരു തരിതരിപ്പായിട്ട് പൊടിച്ചത് മതി കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കിയത്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. 1 ടീസ്പൂൺ മുതൽ 1.5 ടീസ്പൂൺ വരെ ഉപ്പ് ചേർക്കാം. പിന്നീട് ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 1 ടീസ്പൂൺ ഡാർക്ക് സോയ സോസാണ്. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും മൈദമാവും കൂടി മിക്സ് ചെയ്തത്. ഇത്രയും കാര്യങ്ങൾ ഇതിലേക്ക് ചേർത്തിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ആ ചെമ്മീനിൽ പുരട്ടി കുറച്ച് സമയം മാറ്റി വയ്ക്കാം. മിനിമം ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ മസാല പിടിക്കാനായിട്ട് മാറ്റി വയ്ക്കണം. അതിനുശേഷം ഒരു ഫ്രൈയിങ് പാനിൽ ആവശ്യത്തിന് ഓയിൽ, 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഓയിൽ ഒഴിച്ച് അതൊന്ന് ചൂടാകുമ്പോഴേക്കും നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. ചെമ്മീൻ എന്ന് പറയുന്നത് വേവാൻ അധിക സമയം വേണ്ടാത്തൊരു സീ ഫുഡാണ്. അതുകൊണ്ട് തന്നെ ഒരു 2.5-3 മിനിറ്റ് മതി ഒരു സൈഡ് വേവാനായിട്ട്. അത് കഴിഞ്ഞ് അത് തിരിച്ചിട്ട് അടുത്ത സൈഡ് നമുക്ക് പൊരിച്ചെടുക്കാം. ഇത് അത്യാവശ്യം നന്നായിട്ട്, അതായത് ഡീപ്പ് ഫ്രൈ തന്നെ ചെയ്യണം കേട്ടോ. ചെമ്മീനൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഗ്രേവി തയ്യാറാക്കുന്നതിനായിട്ട് ഇതേ പാനിൽ തന്നെ നമ്മൾ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസായ സവോള നമുക്ക് ചേർക്കാം. 2 മീഡിയം സൈസിലുള്ള സവോള ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തതാണ്. അതുകൂടി ഇട്ട് നന്നായിട്ട് വഴറ്റുമ്പോഴേക്കും നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ ചെമ്മീനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് അത് നോക്കിയിട്ട് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്താൽ മതി. സവാള അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ചേർക്കാം. ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ള 1 ക്യാപ്സിക്കമാണ്, അതും ഒരു ക്യൂബ് പോലെ കട്ട് ചെയ്തെടുത്തതാണ്. ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ടങ്ങ് വാട്ടിയെടുക്കണം. സവാളയും ക്യാപ്സിക്കവും ഒക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചില്ലി ഫ്ലേക്സ്, അത് കാശ്മീരി ചില്ലിയുടെ ചില്ലി ഫ്ലേക്സ് ആണ് ചേർക്കുന്നത്. അത് നമ്മൾ 1 ടേബിൾ സ്പൂൺ മുതൽ 1.5 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ചേർക്കാം. കാശ്മീരി ചില്ലി ആയതുകൊണ്ട് എരിവ് പേടിക്കേണ്ട. പിന്നെ ഇത് നമ്മൾ ചേർത്തത് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. കാരണം കറിക്ക് നല്ല കളറ് കിട്ടാൻ വേണ്ടിയാണ്. റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന കറിക്ക് നല്ല കളറല്ലേ, അതിന് അവർ ആർട്ടിഫിഷ്യൽ കളർ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ കളർ യൂസ് ചെയ്യുന്നില്ല, മുളക് പൊടിയാണ് ഇടുന്നത്. പിന്നീട് ഇതിലേക്ക് നമ്മൾ ചേർത്തത് റെഡ് ചില്ലി സോസ് 1 ടേബിൾ സ്പൂൺ, ടൊമാറ്റോ സോസ് 1 ടേബിൾ സ്പൂൺ, സോയ സോസ് 1 ടേബിൾ സ്പൂൺ. പിന്നീട് ഒരു 1/2 ടേബിൾ സ്പൂൺ വിനീഗർ കൂടി ചേർക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടങ്ങ് മിക്സ് ആക്കി കൊടുക്കണം. ഇതെല്ലാം നന്നായിട്ട് മിക്സായി വരുമ്പോഴേക്കും ഗ്രേവി നല്ല തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കോൺഫ്ലോർ 1 കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഗ്രേവി നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അപ്പോഴേക്കും നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ പെപ്പർ പൗഡറാണ്. ഈ കുരുമുളക് പൊടിയാണ് നമ്മൾ ഇതിലേക്ക് എരിവിനായിട്ട് ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ച് എരിവ് താല്പര്യമുള്ള ആളാണെങ്കിൽ 1.5 ടീസ്പൂൺ പെപ്പർ അല്ലെങ്കിൽ 2 ടീസ്പൂൺ നിങ്ങളുടെ എരിവിനനുസരിച്ച് കേട്ടോ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട്, അതായത് ഇനി നമ്മൾ ചെയ്യേണ്ടത് ചെറിയ ഫ്ലെയിമിലാണ് ചെയ്യേണ്ടത്. ഗ്രേവി എല്ലാം കൂടി ആ ചെമ്മീനിലൊക്കെ ഒന്ന് പിടിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. ഒരുപാട് നേരം നമ്മളിനി വേവിച്ച് കഴിഞ്ഞാൽ ചെമ്മീനും ഹാർഡാവും, അതിൻ്റെ ടേസ്റ്റും മാറും, ഗ്രേവിയും കുറയും പോവും.
എന്താ കണ്ടോ, ആ മസാലയൊക്കെ ചെമ്മീനിൽ പിടിച്ച് നമ്മുടെ അടിപൊളി ചില്ലി പ്രോൺസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇതിന് ശേഷം നമുക്ക് ഒരു പൊടിക്കൈ കൂടി ചെയ്യാവുന്നതാണ്. വെളുത്ത എള്ളില്ലേ, അത് കുറച്ച് ഒരു 1.5 ടീസ്പൂൺ ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. ഇഷ്ടമുള്ളവർ മാത്രം ചെയ്താൽ മതി, ഇഷ്ടമില്ലാത്തവർ ഈ സ്റ്റെപ്പ് അങ്ങ് സ്കിപ്പ് ചെയ്തോളൂ. അപ്പോൾ അതീവ രുചികരമായ എന്നാൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ ചില്ലി പ്രോൺസ് ഇവിടെ റെഡി ആയിട്ട്. ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് തയ്യാറാക്കാം. അതിലേക്കായിട്ട് ഒരു ഫ്രൈയിങ് പാനിൽ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച്, നമ്മളിവിടെ ഒനിയൻ വറുത്തെടുത്ത ഓയിലാണ് കേട്ടോ ഒഴിച്ചിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ, ഗാർലിക്, ഗ്രീൻ ചില്ലി ഇത് 3 കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഒരു 1/2 ക്യാരറ്റ്, നിങ്ങൾക്ക് ക്യാരറ്റിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ 1 ക്യാരറ്റ് ചേർക്കാം. അത് നമ്മുടെ ഫിംഗറിൻ്റെ ചെറിയ വിരലിൻ്റെ വലിപ്പത്തിന് മുറിച്ചത്. ക്യാരറ്റും ബീൻസും നല്ല ഇളം ബീൻസാണ് കേട്ടോ നല്ലത്. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ക്യാപ്സിക്കമാണ്. ഇതെല്ലാം നമ്മുടെ ചെറുവിരലിൻ്റെ ആ ഒരു സൈസിൽ മുറിച്ചെടുത്തതാണ്. ഞാനിവിടെ നല്ല വലിപ്പമുള്ളൊരു ക്യാരറ്റിൻ്റെ പകുതി, കുറച്ച് ബീൻസ്, ഒരു ചെറിയ ക്യാപ്സിക്കം ഇത്രയുമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്തോളൂ. ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വെജിറ്റബിൾസ് ഒരുപാടങ്ങ് വഴറ്റേണ്ട, അത്യാവശ്യം ഒന്ന് വഴന്നാൽ മതി. ആ സമയത്ത് ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. വൈറ്റ് പെപ്പർ ആണെങ്കിൽ അത്രയും നല്ലത്. വൈറ്റ് പെപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ ബ്ലാക്ക് പെപ്പർ യൂസ് ചെയ്യാം. അപ്പോൾ പെപ്പർ പൗഡർ ചേർത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റുക. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ വിനീഗർ കൂടി നമുക്ക് ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇടുകയാണ്. ഇത് ലോങ് ഗ്രെയിൻ റൈസാണ്. ഇത് ഏകദേശം 1 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. ഇത് കുതിർത്തൊന്നും വെച്ചിട്ടില്ല. 1 കപ്പ് റൈസ് 2 കപ്പ് വെള്ളം, അതായത് ഇരട്ടി വെള്ളം ചേർത്ത് അതിലേക്ക് ഒരു ചെറിയ കറുവാപ്പട്ട, 1-2 ഗ്രാമ്പൂ, 2-3 ഏലയ്ക്ക ഇത്രയിട്ട് അത്യാവശ്യത്തിന് ഉപ്പും ഇട്ട് അരി നന്നായിട്ട്, അതായത് പാകത്തിന് വേവിച്ചെടുത്തതാണ്. പിന്നെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഈ ലോങ് ഗ്രെയിൻ റൈസ് തന്നെ യൂസ് ചെയ്യുക. ഇത് റൈസ് ഇട്ടിട്ട് നമ്മൾ വെജിറ്റബിളിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലേക്ക് കുറച്ച് സവോള വറുത്തെടുത്ത്, നെയ്യിലോ എണ്ണയിലോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വറുത്തെടുത്തതും കൂടി മിക്സ് ചെയ്യുക. പിന്നെ പൈനാപ്പിളിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ പൈനാപ്പിളും കൂടി കട്ട് ചെയ്ത് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ചേർത്തിട്ടില്ല, പക്ഷേ നമ്മൾ ഈ പാർട്ടി ഫ്രൈഡ് റൈസിലൊക്കെ പൈനാപ്പിൾ കിട്ടാറുണ്ട്. ആ പൈനാപ്പിളാണ് ആ പാർട്ടി ഫ്രൈഡ് റൈസിനൊരു പ്രത്യേക മണവും രുചിയും കൊടുക്കുന്നത്. അപ്പോൾ പൈനാപ്പിൾ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈനാപ്പിൾ ചേർക്കാം. അങ്ങനെ നമ്മുടെ രുചികരമായ കല്യാണ വീട്ടിലെ പാർട്ടി ഫ്രൈഡ് റൈസും റെഡി ആയിരിക്കുകയാണ്. എല്ലാവർക്കും റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് പറയുക. വീണ്ടും ഇതുപോലെ നല്ലൊരു വ്ളോഗുമായിട്ട് നമുക്ക് ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്.